ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് നിങ്ങളെല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് 2 താരങ്ങളെ, അതായത് ഐ ലീഗിൽ നിന്ന് തന്നെ നമുക്ക് കൊടുക്കാം, ഐ ലീഗിൻ്റെ ട്രാൻസ്ഫർ അപ്ഡേറ്റിൽ നിന്ന് തന്നെ നമുക്ക് കൊടുക്കാം. എന്തായാലും 2 ഐ ലീഗ് താരങ്ങളെ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് ഡംബോസി. അവർക്ക് ഏതാണ്ട് ഒരു വിദേശ താരം മാത്രമേ ഉള്ളായിരുന്നു സെൻറ്റർ ബാക്ക് കളിക്കുക. എന്തോ കാരണങ്ങൾ അവർക്ക് വിദേശ താരങ്ങൾ നഷ്ടപ്പെട്ടു. സോ ആ ഒരു സാഹചര്യത്തിൽ 2 താരങ്ങളെ ഇപ്പോൾ അവർ സൈൻ ചെയ്തിരിക്കുകയാണ്. ഒന്ന് യുവാൻ മേരയും മറ്റൊന്ന് പറയുന്നത് ദിദ്യർ ബ്രോസു എന്ന് പറയുന്ന നമ്മുടെ ഐവറി കോസ്റ്റിൻ്റെ താരവുമാണ്. മിഡ്ഫീൽഡറാണ് അദ്ദേഹം. യുവാൻ മേരയും മിഡ്ഫീൽഡറാണ്. ഇങ്ങനെ 2 താരങ്ങളെ ഇപ്പോൾ ഡംബോ SC സൈൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും വസുന്ധര കിങ്സിൽ നിന്നാണ് ഈ ഒരു ദിദ്യർ ബ്രോസു വരുന്നത്. അവിടെ കിരീടമൊക്കെ അടിച്ചിട്ട് വരുന്നൊരു താരമാണ് ദിദ്യർ ബ്രോസു. സോ എന്തായാലും രണ്ടും അത്യാവശ്യം നല്ലൊരു സൈനിങ് ആയിരുന്നു. പിന്നെ യുവാൻ മേരയുടെ കാര്യം നിങ്ങൾക്കറിയാം, അദ്ദേഹം പഞ്ചാബിൽ കളിച്ചിട്ടുണ്ട്, ഈസ്റ്റ് ബംഗാളിൽ കളിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ചർച്ചിൽ ബ്രദേഴ്സിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവിടെ ചാൻസ് കിട്ടിയില്ല. അങ്ങനെ ഇപ്പോൾ എന്താ പറയുക, ഈ ഒരു ഡംബോസിയിലേക്ക് വരുന്നതാണ്. ഗോവയിൽ തന്നെ തുടരാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. 3-4 ക്ലബിൻ്റെ ഓഫർ ഉണ്ടായിട്ട് പോലും. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോർമിബം റൂയിബയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. അപ്ഡേറ്റ് ഒന്നുമല്ല, അതിന് ബർത്ത്ഡേ ആണ് ഇന്ന്. ആരും തന്നെ വിഷ് ചെയ്തില്ല. സോ നമുക്ക് എന്തായാലും ഒരു ചാനലിലൂടെ അദ്ദേഹത്തെ വിഷ് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ഹോർമിബം റൂയിബ. കഴിഞ്ഞ കളിയിലൊക്കെ അത്യാവശ്യം നല്ല സെൻട്രൽ ബാക്ക് പൊസിഷനിലൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരും കമൻറ്റ് ബോക്സിൽ എത്തിയിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷ് നേരുക. ഈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ PV വിഷ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇത് ഓസ്കാർ ബ്രൂസോൺ ഈസ്റ്റ് ബംഗാളിൻ്റെ കോച്ച് പറഞ്ഞൊരു കാര്യമാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മനോലോ മാർക്കസ് ഇന്ത്യൻ കോച്ചിനോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം PV വിഷ്ണുവിനെ കുറിച്ച് എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ സോ ഞാൻ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹമായിട്ട് PV വിഷ്ണുവിൻ്റെ ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. സോ മിക്കവാറും ഈ ഒരു എന്താ പറയുക, ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് PV വിഷ്ണു ഒരു കോൾ വരാനുള്ള സാധ്യതകളുണ്ട് എന്നാണിപ്പോൾ ഓസ്കാർ ബ്രസോൺ പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.